നിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന, മലയാളത്തിൽ പറയുമ്പോഴേക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ കൃത്രിമ ബുദ്ധി എന്നാണ്. അപ്പോൾ കൃത്രിമ ബുദ്ധിക്ക് ഒരു നെഗറ്റീവ് ധ്വനി ഉള്ളതുകൊണ്ട് നിർമ്മിത ബുദ്ധി എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സജി സാർ അതേക്കുറിച്ചൊക്കെ പറയും. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ഫ്രീ ആയിരുന്നു. അത് ക്ലാസ്സല്ല, ഇതിൻ്റെ ഒരു എയുടെ സാധ്യതകളെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ഗ്രൂപ്പിലിട്ടിരുന്നു. എല്ലാ പൊതു ഗ്രൂപ്പുകളും നമ്മൾ ഷെയർ ചെയ്തു. എല്ലാവർക്കും യൂട്യൂബിൽ പബ്ലിക്കായിട്ട് അത് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാം. ഇന്നുകൂടി അതിൻ്റെ ലിങ്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പുതുതായിട്ട് വന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഗ്രൂപ്പിനകത്ത് ആഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇടാൻ കഴിയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ശാന്തിഗ്രാമിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ 38 വർഷക്കാലമായി ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്തിനടുത്ത് ചപ്പാത്ത് എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. കഴിഞ്ഞ 6 ബാച്ചുകൾ മലയാളത്തിലും 1 ബാച്ച് ഇംഗ്ലീഷിലും നമ്മൾ നടത്തുകയുണ്ടായി. ഇത് 8ാമത് ബാച്ചാണ്. അപ്പോൾ ഇതിലൊരു ചെറിയ ഇനാഗുറൽ അഡ്രസ്സ് ഉണ്ട്. അത് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ശാന്തിഗ്രാമിൻ്റെ മാർഗദർശിയും ഞങ്ങളുടെ എല്ലാം ഗുരുസ്ഥാനീയനുമായ ഡോക്ടർ ആൻ്റണി പാലയ്ക്കലാണ്. ഡോക്ടർ ആൻ്റണി പാലയ്ക്കൽ കേരള സർവകലാശാലയുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറും ഹെഡുമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിരമിച്ച ഒരാളാണ്. സാമൂഹ്യ ഗവേഷകനാണ്. ധാരാളം ശിഷ്യഗണങ്ങളുള്ള ആളാണ്. ലോകം മുഴുവനും സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോഷ്യോളജി എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആൻ്റണി പാലയ്ക്കലിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ളതിലുപരിയായി പുതിയ കാര്യങ്ങൾ, എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യമായും അതുപോലെ തനതായും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു രക്ഷകനും അല്ലെങ്കിൽ അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ആൻ്റണി പാലയ്ക്കൽ. അദ്ദേഹം ഒരു 5 മിനിറ്റ് ഈ ഒരു ഇനാഗുറൽ പരിപാടി ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം സജി സാറിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഡോക്ടർ ആൻ്റണി പാലയ്ക്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സജു സാറ് ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചു, ജനങ്ങൾക്ക് ഏത് സാങ്കേതിക വിദ്യയായിരുന്നാലും അത് സാധാരണക്കാരന് പലപ്പോഴും അപ്രാപ്യമാകുന്നതാണ്. പലപ്പോഴും അതിൻ്റെ ഒരു കോസ്റ്റ് താങ്ങാനാകുന്നതല്ല. ഈ കോഴ്സ് പോലും അതിൻ്റെ ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മിനിമം 50 ആളെങ്കിലും ഫുൾ പെയ്ഡ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നാൽ മാത്രം അതിൻ്റെ ഒരു എക്കണോമിക് വയബിലിറ്റി ശരിയാവുകയുള്ളൂ. എന്നാൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നമുക്ക് ഈ പലരും സ്കോളർഷിപ്പിനും സൗജന്യമായും ഒക്കെ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത ഫുൾ ഫീസ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും ഒരിക്കലും വിദ്യ അവർക്ക് പണമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അവർക്കോ സമൂഹത്തിനോ അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ രണ്ടാമതൊരു വിഭാഗം കയ്യിലുള്ളത് നൽകിക്കൊണ്ട് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ 3 തരം ഫീസാണ് ഞങ്ങളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ശാന്തിഗ്രാമിൻ്റെ പൊതുവെയുള്ള ഒരു നയമാണത്. കാരണം ഈ സാധാരണക്കാരനായ പാവപ്പെട്ടവരായ ആളുകളെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഇടയിൽ പോലും ഈ എയുടെ സാധ്യതകൾ നമ്മുടെ അറിവായിരുന്നാലും കഴിവായിരുന്നാലും അതുപോലെ നമ്മുടെ കഴിവിൻ്റെ കുറവുകളായിരുന്നാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നമ്മുടെ വൈദഗ്ധ്യവും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളും വികസിപ്പിക്കുവാൻ വേണ്ടി എഐക്ക് കഴിയും. പ്രത്യേകിച്ച് സജി സാറ്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ കോഴ്സിന് ചേരുന്ന ഓരോ ആളുകൾക്കും വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളായിരിക്കാം. അവർക്ക് ഈ കോഴ്സ് എന്തിനാണ് പഠിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ആ ലക്ഷ്യബോധത്തിനനുസരിച്ച് ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തി പ്രായോഗികമാക്കി അത് ജീവിതത്തിലും അതുപോലെ തന്നെ അവർ നിൽക്കുന്ന മേഖലകളിലും പ്രയോജനപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഒരു ലക്ഷ്യമില്ലാതെ എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല, പല AI-യുടെ വിവിധ മേഖലകൾ നമ്മൾ ഈ കോഴ്സിനകത്ത് പരിചയപ്പെടുത്തും. ഇത്തരത്തിലൊരു കോഴ്സ് ഞങ്ങളുടെ അറിവിൽ കേരളത്തിൽ ആരും ചെയ്യുന്നില്ല. ഇതൊരു 5 or 10 പിന്നെ 15 അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളും ഓരോ കോഴ്സുകളുമായിട്ടാണ് പലരും നടത്തുന്നത്. പിന്നെ ഈ കോഴ്സിൽ മറ്റൊരു ഓഫർ ഞങ്ങൾ കൊടുക്കുന്നത്, ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ ഈ സാധാരണ ഓൺലൈൻ കോഴ്സിൽ നടത്തുന്നവരാരും തന്നെ ഓഫ്ലൈൻ കോഴ്സുകൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ സംവിധാനം കൊടുക്കാറില്ല. കൂടുതൽ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാന്തിഗ്രാമിലേക്ക് വരാം, ഇവിടെ താമസിക്കാം, പഠിക്കാനുമുള്ളൊരു അവസരം നമ്മൾ അങ്ങനെ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു ലൈഫ് ലോങ് സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം 1ാമത് ബാച്ച് വരെയുള്ള ആളുകളെ നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരുണ്ട്, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സുകളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണിത്. ഇപ്പോൾ ശാന്തിഗ്രാമിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അതുപോലെ തന്നെ ഞങ്ങൾ പാരമ്പര്യമായും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളും സാധാരണക്കാരന് വേണ്ടി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സജി സാറിനെ ഈ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഈ കോഴ്സിനെ നയിക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിനകത്ത് പങ്കാളികളായിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും ഓരോ മേഖലകളിൽ അറിയപ്പെടുന്ന ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നുമൊക്കെ പങ്കാളികളാകുന്നുണ്ട് ഇതിനകത്ത് പലരും. അതിൽ സുരേന്ദ്ര സാറൊക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു വലിയ പരസ്യം ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാളേറെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു PRO ആണ്. സാറിനെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആന്റണി പാലക്കലിനെ, ആന്റണി മാഷിനെ സ്നേഹപൂർവ്വം ഇനാഗുറൽ സ്പീച്ച് നടത്തുന്നതിന് ക്ഷണിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ പരിചയപ്പെടുത്തിയത് വെച്ചപ്പോൾ ഞാൻ കരുതി വേറെ ആരെങ്കിലും ആണോ ഇത് പറയാനായിട്ട് ക്ഷണിച്ചതെന്ന്. അത്രമേൽ ഔദാര്യമുള്ള മഹാമനസ്കതയോടുകൂടിയുള്ള ഒരു പരിചയപ്പെടുത്തൽ പോലെ തോന്നി. വലിയ ഉപകാരം. ഈ പറഞ്ഞത് സാറിൻ്റെ നന്മയുടെയും സാറിൻ്റെ എന്താ പറയേണ്ടത് വിശാല മനസ്കതയുടെയും കാര്യങ്ങളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഇതിനകത്ത് ഇതൊരു ഇന്റർനാഷണൽ അന്തർദേശീയ പങ്കാളിത്തമുള്ള അന്തർദേശീയ തലത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഒരു കോഴ്സായിട്ട് ആണ് ഇത് മാറിയിരിക്കുന്നത് എന്നുള്ളതിൽ അറിയുന്നതിൽ വലിയ സന്തോഷം. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ICTയുടെ, അതായത് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ യുഗത്തിലാണ്. വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു മഹാ അത്ഭുതം തന്നെയായിട്ട് വേണം വിശേഷിപ്പിക്കുവാൻ. കാരണം ഈ വിവരവിനിമയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തീ എന്ന് പറയുന്ന സങ്കേതം കണ്ടുപിടിച്ചതിന് ശേഷം, അതായിരുന്നു മനുഷ്യ സംസ്കൃതിക്ക് നിമിത്തമായ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ കണ്ടുപിടുത്തം, ആദ്യത്തെ കണ്ടുപിടുത്തം. മനുഷ്യൻ ഡിസ്കവർ ചെയ്തത് തീ എന്ന ആ സങ്കേതം. അതാണ് പിന്നീടുള്ള എല്ലാ സംസ്കൃതികൾക്കും വഴിവെട്ടിയത്. അതിനുശേഷം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അത്ഭുതങ്ങളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ഉണ്ടായ ഒരു അത്ഭുതമായിട്ട്, ഒരു വിപ്ലവമായിട്ടാണ് ഈ ICTയുടെ ആവിർഭാവത്തെ വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ വിപ്ലവാത്മകമായ പിന്നെ എന്താണ്, മനുഷ്യജീവിതത്തെ ഉഴുതുമറിച്ച, മനുഷ്യജീവിതത്തിൻ്റെ സാധ്യതകളെ
ഉഴുതുമറിച്ച ഒരു സാങ്കേതിക വിദ്യയായിരുന്നു ICT അല്ലെങ്കിൽ വിവരവിനിമയ സങ്കേതം. പ്രത്യേകിച്ചും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു സങ്കേതമായ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവം നമുക്കറിയാം. അപ്പോൾ ഇത്രമേൽ മനുഷ്യൻ്റെ ഭാഗധേയങ്ങളെ, മനുഷ്യൻ്റെ അഭിനിവേശങ്ങളെ, മനുഷ്യൻ്റെ ഗതിവിഗതികളെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു കണ്ടുപിടുത്തമില്ല. ഈ തീ എന്ന് പറയുന്ന സങ്കേതം കണ്ടുപിടിച്ചതിന് ശേഷം, ടെക്നോളജി കണ്ടുപിടിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സ്ഫോടനാത്മകമായ മാറ്റങ്ങൾക്കാണ് ഈ ICT തിരികൊളുത്തിയത്. ഇനി AI കുറിച്ച് പറയുമ്പോൾ ഈ വിപ്ലവത്തിനകത്തുള്ള സംഭവിച്ച മറ്റൊരു വിപ്ലവമാണ് AI എന്ന് പറയേണ്ടി വരും. ഏറ്റവും എന്താ പറയുന്ന മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇതിനകത്തെ ഈ നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറയുന്നത്. ആ സാങ്കേതിക വിദ്യ കൈവശമാക്കാനുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നടത്തുന്നത് ITECയും ശാന്തിഗ്രാമം കൂടെ ചേർന്നാണ്. ഈ ഏജൻസികളുടെ ഈ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഭാഷയോ യോഗ്യതയോ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്കും സാധ്യതകൾക്കും ഒരു തടസ്സമാകരുത് എന്ന ബോധ്യമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളെ ITECയെയും, ITECയിലെ സാജു സാറാണല്ലോ ഇത് കോഴ്സ് നടത്തുന്നത്, സാജു സാറിനെയും ശാന്തിഗ്രാമിനെയും പങ്കജാക്ഷനെയും ശാന്തിഗ്രാമിനെയും പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നമുക്കറിയാം, ഈ സാങ്കേതിക വിദ്യ ശരിയായി ഉപയോഗിക്കാൻ സാധിച്ചാൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ അറിവും കഴിവുകളും 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനും തൊഴിൽ, സംരംഭം, പഠനം തുടങ്ങിയിട്ടുള്ള എല്ലാ സൃഷ്ടിപരമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതോടൊപ്പം ഇപ്പോൾ പങ്കജാക്ഷൻ പറയുകയുണ്ടായി, ഇതിനകത്ത് 3 തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ട്, ഫീസ് ഘടനയുണ്ടെന്ന്. അതിനകത്ത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, അതായത് പൈസ ഇല്ല എന്നതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനായിട്ട് ഒരു തടസ്സം ഉണ്ടാകരുത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയിൽ നമുക്കറിയാം നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇതിനകത്തെ ഡിജിറ്റൽ ഡിവൈഡാണ്. അതായത് പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് ഇതിൻ്റെ പ്രാപ്യത, ഇത് ലഭ്യമാകുന്നതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അത് സാങ്കേതിക ഉപകരണങ്ങളുടെ കാര്യത്തിലാകട്ടെ, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാകട്ടെ. അപ്പോൾ അവിടെയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രധാന സവിശേഷത, ഇതിൻ്റെ ഒരു അനന്യത, ഇതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ 8ാമത്തെ കോഴ്സാണ് ഇത്. ഈ സംരംഭം, ഈ കോഴ്സ് ഇന്ന് തുടങ്ങുന്നത്. ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് ഏറ്റവും ഫലപ്രദമായി വിജയകരമായ ഒരു പരിശീലന പരിപാടിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസത്തെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷം, അല്ലാത്ത കുറച്ച് പേര് കൂടെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ ഔപചാരികമായ തുടക്കമാണിന്ന്. അപ്പൊ ഇന്നു മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഈ പഠനത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നോട്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ ഒരു ബുക്ക് കരുതുന്നത് നന്നായിരിക്കും. ഓരോ ദിവസത്തെ ക്ലാസ്സും ഓരോ വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. അത് അന്ന് പഠിപ്പിച്ച് അന്ന് തന്നെ പൂർത്തിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഈ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളിന് മാത്രമേ നാളത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലല്ല.
അങ്ങനെ ഒരു തുടർച്ച ഒരു നമ്മൾ ഗണിതശാസ്ത്രം പഠിക്കുന്നത് പോലെ ഒരു തുടർച്ചാ സംവിധാനത്തിലല്ല. ഓരോ ക്ലാസ്സും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോഡ്യൂളുകളാണ്. ഒന്ന്, ഇത് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാര് കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ലാത്ത ആൾക്കാരുണ്ട്, മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന ഏതൊരാളിനും നമ്മൾ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടണമെന്നുള്ള നിർബന്ധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഭാഷയിലായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെ വളരെ ഗൗരവമായി കാണുന്ന ആൾക്കാർക്കും പറയുന്ന കാര്യങ്ങൾ അറിയാം എന്നുള്ളവർക്കും ചിലപ്പോൾ അങ്ങനെ ലളിതമായി പറയുന്നത് അല്പം വിരസത ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, അതുണ്ടാവും. പക്ഷെ ലളിതമാക്കി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇതിലുള്ള മുഴുവൻ പേർക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടണം. രണ്ട്, ഈ ക്ലാസ് ഒരു ഇന്ററാക്റ്റീവ്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനുപരി പറയുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ചോദിക്കാം. പിന്നെ അത് എഴുതി വെച്ചിട്ട് ക്ലാസ് ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ സംശയം ചോദിക്കാനുള്ള സമയം തരുന്നുണ്ട്, അപ്പോഴും ചോദിക്കാം. ഇതില് നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം തന്നെ 2 ക്വിക്ക് റെസ്പോണ്ടന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കും. ക്വിക്ക് റെസ്പോണ്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോ ആരുത്തരം പറയും എന്നൊക്കെ ഉള്ള ഓരോരുത്തരും ആരെങ്കിലും പറയട്ടെ എന്നൊക്കെ മടി പിടിച്ചിരിക്കും. അതേസമയം പെട്ടെന്ന് പറയാൻ 2 പേരുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് കുറച്ച് വേഗത്തിൽ നടക്കും. അപ്പൊ ആ ക്വിക്ക് റെസ്പോണ്ടന്മാർ വളരെ ഞൊടിയിടയിൽ പറയും. ഞാൻ ചോദിക്കുന്നത് ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ പരീക്ഷിക്കുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. അത്യാവശ്യം ഒന്നിടപെടാൻ, പറയുന്നത് കേൾക്കാമോ, ഒരു മൃഗത്തിന്റെ പേര് പറയൂ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ആ സമയത്ത് ഒന്ന് വളരെ ദ്രുതഗതിയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആ ക്വിക്ക് റെസ്പോണ്ടന്മാർ തന്നെ ഒരു ദിവസത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തം കൂടെ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക എന്നാണ്. നമ്മൾ ആ മൈക്കിന്റെ ഒരു സിമ്പൽ ഉണ്ട് നിങ്ങളുടെ, അതിനകത്തുനിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ക്രോസ് വരും. അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിലൊന്ന് സ്പർശിക്കുക, സംസാരിച്ചു തുടങ്ങുക. അപ്പൊ കൂടുതൽ മൈക്കുകൾ ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടാവും. പിന്നെ ഈ നമ്മളൊരു റിഫ്ലക്റ്റ് ലേണിംഗ് മെത്തേഡിലാണ് ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു റിഫ്ലക്റ്റ് ഉണ്ടാക്കണം. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ കൈയും കെട്ടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും പറയാൻ തോന്നില്ല അല്ലേ? നിങ്ങളൊരു ഫോൺ ചെയ്യുന്ന ആള് വളരെ ഗൗരവത്തിൽ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അദ്ദേഹം റിഫ്ലക്ട് ചെയ്യുന്നില്ല, നമുക്കൊരു അസ്വസ്ഥത തോന്നും. അപ്പോൾ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, ഞാനും കുറച്ച് ഊർജ്ജസ്വലനാവും. അപ്പൊ റിഫ്ലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ചില ഇമോജീസ് നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിനകത്തുണ്ട്, റിഫ്ലക്ട് ചെയ്യാൻ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം, മനസ്സിലായെങ്കിൽ കാണിക്കാം. പലതരത്തിലുള്ള ഇമോജീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 7 ബാച്ചുകൾ കഴിഞ്ഞു, 8ാമത്തെ ബാച്ച് എത്തുമ്പോൾ ഇതിനകത്ത് ഒരു വലിയൊരു പരീക്ഷണം ഞങ്ങൾ നടത്തുക. അതായത് ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം ഞങ്ങൾ റെക്കോർഡ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതിന് പുറമെ നമ്മൾ ഓരോ ക്ലാസ്സിലും എടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ലളിതമായ രീതിയിൽ ഒരു നോട്ട് തയ്യാറാക്കി, ഒരു PDF ഫോമിൽ ഒരു നോട്ട് തയ്യാറാക്കി നമ്മൾ ഗ്രൂപ്പിലിടും. നിങ്ങൾ നോട്ട് എഴുതണം, അതിന് പുറമെ ഒരു നോട്ട് തയ്യാറാക്കി.
ഈ നോട്ടിന് പുറമെ ആ നോട്ടിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആഡിയോ ഫയൽ, അത് എയിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഒരു ആഡിയോ ഫയലിടും, അതിന്റെ ഒരു വീഡിയോ ഫയലിടും. ഇത് അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലാസ് കേൾക്കുന്നു, ഒരു നോട്ടുണ്ട്, അത് നോക്കാം, നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ടുണ്ട്, ആഡിയോ ഫയലുണ്ട്, വീഡിയോ ഫയലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിലേതെങ്കിലും ഇതെനിക്ക് വളരെ അത്യാവശ്യമാണ്, ആവശ്യമുള്ള കാര്യമാണ്, അത് നിങ്ങളുടെ തൊഴിലിൽ ഇതിനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കാണുകയാണെങ്കിൽ അത് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കാൻ, അതായത് 24 മണിക്കൂറിനകത്ത് അതൊന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ നിങ്ങളൊന്ന് തയ്യാറാവണം. അതല്ല എങ്കിൽ നമ്മളത് മറന്നു. ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടതായിട്ട് പോലും നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു. ഇനി എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ടെക്നോളജിയോട് എപ്പോഴും ഒരു വിരക്തിയാണ്, പ്രത്യേകിച്ച് ഒരു പുതിയ ടെക്നോളജികളോട്. അപ്പൊ നമ്മൾ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാനാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. തലച്ചോറിന് റിസ്ക് ഏറ്റെടുക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പോ അതുകൊണ്ട് ഒരു പരീക്ഷിച്ച് നോക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കാനുള്ളൊരു മടി നമുക്കുണ്ടാവും. ആ മടി നിങ്ങൾ ഓവർകം ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കണം. കിട്ടുന്ന സമയത്ത് അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. എഴുതി തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങളുടെ വോയിസ് മെസ്സേജ് ഇട്ടാലും മതി. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും. പൊതുവേ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തൽക്കാലം നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാം. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തിയറി ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലേ ഉള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി, ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ 2022 നവംബർ മാസം ഇന്റർനെറ്റിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നതു മുതലാണ് ഇത് ഒരു ജനകീയ സാങ്കേതിക വിദ്യയായി മാറിയത്. മറ്റ് സാങ്കേതിക വിദ്യകളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യത്യസ്തമാകുന്നത്, മറ്റേത് സാങ്കേതിക വിദ്യയും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരു ലെവല് ആ സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം ആവശ്യമാണ്. ഇതിന് ഏതൊരു പരിജ്ഞാനവും ആവശ്യമില്ല. നമ്മൾ ഒരു മുതലാളിയെ പോലെയാണ്. മുതലാളിക്ക് ഒന്നും അറിയണമെന്നില്ലല്ലോ. മുതലാളിക്ക് ആഗ്രഹങ്ങൾ മാത്രം മതി, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഒരു ചിന്തയും മാത്രം മതി. ബാക്കി കാര്യങ്ങൾ പറയും, അത് ചെയ്തു കൊടുക്കണം, അല്ലെ? നമ്മുടെ മുതലാളി എന്ന് പറയുന്നത്, മുതലാളി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആൾക്കാരെ, അവർക്ക് സാങ്കേതിക വിദ്യകൾ അറിയണമെന്നില്ല. കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്, ഭരണ സംവിധാനമുണ്ട്. അങ്ങനെയുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. നമുക്ക് വേണ്ടി ആരും സൗജന്യമായിട്ടൊന്നും ചെയ്തു തരില്ല. ഇവിടെ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ഇനി മുതൽ നമുക്ക് കൂട്ടിന് നിർമ്മിത ബുദ്ധിയുണ്ട്, നമുക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, നമ്മുടെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ ഒരാൾ ഉണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ നിർമ്മിത ബുദ്ധി. നമ്മൾ എന്ത് പറഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ഒരാളാണ് നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധിയെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ പറയുന്നത്.
ഭാഷാ മാതൃകയാണ്. പ്രധാനമായിട്ടും ഭാഷാ മാതൃകയാണ്. ഈ ഭാഷാ മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാതൃക, മോഡൽ, വേറൊന്നുമല്ല, ഒരു മിമിക്രി, അനുകരിക്കുന്നു. അതായത് ഈ ലോകത്തെ മുഴുവൻ അറിവുകളും ഇതിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ആ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഉള്ള ഒരു അസാധാരണമായ ഒരു ബുദ്ധി ശക്തിയാണിത്. എല്ലാം പഠിച്ചു വച്ചിരിക്കുന്നു. അപ്പൊ ആ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുത്ത് നമുക്ക് വേണ്ടി ഇത് അവതരിപ്പിച്ചു തരുന്നു. അതായത് പറഞ്ഞൊരു മിമിക്സ്. അതിനെയാണ് ഭാഷാ മാതൃക എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അത് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അല്ലെ, ആശയവിനിമയം നടത്തുന്ന ആ ഭാഷയിൽ, നമ്മളുടെ നാച്ചുറൽ ആയ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. ആ ഭാഷ എന്ന് പറയുന്നത് മുമ്പ് കമ്പ്യൂട്ടറിന് വഴങ്ങിക്കൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. ഇന്ന് ഏതാണ്ട് 170ഓളം ഭാഷകൾ ഇന്ന് കമ്പ്യൂട്ടറിൽ ലഭ്യമാണ്. അതിൽ നമ്മുടെ മലയാളവും ഉണ്ട്. അപ്പൊ ഭാഷാ മാതൃകയാണ്, ഭാഷയാണ്. ഈ ഭാഷയിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഭാഷ നമുക്ക് ചോദിക്കണമല്ലോ. ചോദിക്കാനുള്ള ഈ ഭാഷ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട സ്കിൽ നമുക്ക് വേണ്ടത്, അല്ലെ? ഭാഷ നമുക്ക് എങ്ങനെ, ഭാഷ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഓറലായി, സംസാരം, വാക്കുകൾ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെ? അതുപോലെ എഴുതാം. എഴുതുന്ന രീതിയെ നമ്മൾ ടെക്സ്റ്റ് എന്നാ പറയുന്നത്. ടെക്സ്റ്റ്, അക്ഷരം, അക്കം, അടയാളം, ഇത് മൂന്നും കൊണ്ട് നമ്മൾ എഴുതുന്നത്. ഇതാണ് നമ്മുടെ കീബോർഡിലുള്ളത്. എഴുത്ത്, അക്ഷരം, അക്കം, അടയാളം. അപ്പൊ നമ്മൾ പറയുന്നു, എഴുതുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം, എങ്ങനെ എഴുതണം, പറയുന്നത് എഴുതണം. നമുക്ക് പലപ്പോഴും നമുക്ക് കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ കീബോർഡ് ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യാം. പണ്ട് ഇൻസ്ക്രിപ്റ്റ് ആയിരുന്നു. അത് മാസങ്ങളോളം ചെന്ന് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, മാസങ്ങളല്ല, ഏതാണ്ട് വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചു വരുമ്പോഴാണ് ആ ടൈപ്പ് ചെയ്യാൻ, മലയാളം ടൈപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോണറ്റിക്സ്, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളം കിട്ടുന്ന ഒരു സംവിധാനം വന്നു. ഇപ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ്, നമ്മുടെ മൊബൈൽ ഫോണിൽ കൈകൊണ്ട് എഴുതി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞാൽ മതി, പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്യും. അതിനെ ടെക്സ്റ്റ് ആയിട്ട്, വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ ഇതില് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഭാഷാ മാതൃക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഭാഷാ മാതൃകയിലെ ഈ ഭാഷകളെ, ഇതിനകത്തുള്ള ലോകത്ത് കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഷകളെ നിർമ്മിത ബുദ്ധിയിൽ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹൈ റിസോഴ്സ് ലാംഗ്വേജ്, മീഡിയം റിസോഴ്സ് ലാംഗ്വേജ്, ലോ റിസോഴ്സ് ലാംഗ്വേജ്. നിർഭാഗ്യവശാൽ നമ്മുടെ മലയാള ഭാഷ ഒരു ലോ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. ഹിന്ദി ഒരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഒരു ഹൈ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിഗംഭീരമായിട്ടായിരിക്കും AI കാര്യങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കി തരുന്നത്. അവന് AI കാര്യങ്ങൾ തയ്യാറാക്കി തരുന്നതിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാക്ക്. AI ജനറേറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് തരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊച്ചു കൊച്ചു വാക്കുകൾ കൂടെ പഠിച്ചു പോകണം. ജനറേറ്റ് ചെയ്യുക, നിർമ്മിത ബുദ്ധി തയ്യാറാക്കി തരുന്നതിനെ നമ്മൾ പറയുന്നത് ജനറേറ്റ് ചെയ്തു തരുന്നു എന്നാണ്. ഔട്ട്പുട്ട് എന്നൊന്നുമല്ല, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് ചെയ്യുന്ന നല്ല വാക്ക് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. മലയാളമാണെങ്കിൽ അത് അത്രമാത്രം ഗംഭീരമായിരിക്കില്ല. അപ്പൊ നമുക്ക് അതിഗംഭീരമായ അല്ലെങ്കിൽ വളരെ വിശദമായി അതിസൂക്ഷ്മമായ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ
അത് ഇംഗ്ലീഷിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് നമുക്ക് നോക്കണം. ഭാഷയുടെ കാര്യത്തിൽ എങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയുന്നത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ഇത് ജനറേറ്റ് ചെയ്തു തരുന്നത് ഏതിനാണ്? ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ ജനറേറ്റ് ചെയ്തു തരുന്നത് നമുക്ക് വായിച്ചാൽ നല്ല പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായി നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അപ്പൊ നമുക്ക് അത് ഇംഗ്ലീഷിൽ ജനറേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണം. അത് നമുക്ക് പഠിക്കണം. അപ്പൊ ഇത് നമുക്ക് ആദ്യം നോക്കേണ്ടത് മലയാളത്തിൽ കാര്യങ്ങൾ കൊടുക്കാൻ. അപ്പോ നമ്മൾ നിർമ്മിത ബുദ്ധിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെ പറയുന്നത് പ്രോംപ്റ്റ് എന്നാ. പ്രോംപ്റ്റ് നിർദ്ദേശം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ നിർമ്മിത ബുദ്ധിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. നിർദ്ദേശം കൊടുക്കുന്നത് നമ്മുടെ ഭാഷ ഉപയോഗിച്ചാണ്. നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കി തരുന്നതിനെ പറയുന്നത് ജനറേറ്റ് ചെയ്തു തരുന്നു എന്നാണ്. ഇതാ കാര്യം. അപ്പൊ നമുക്ക് നിർദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. അപ്പൊ നമ്മുടെ മലയാള ഭാഷ കമ്പ്യൂട്ടറിന് വഴങ്ങുന്ന ഭാഷയാണ്. അങ്ങനെ കമ്പ്യൂട്ടറിന് വഴങ്ങുന്ന, ഇന്റർനെറ്റിന് വഴങ്ങുന്ന മലയാള ഭാഷയിലെ അക്ഷരങ്ങളെ പറയുന്നത് യൂണിക്കോഡ് എന്നാണ്. യൂണിക്കോഡ് അതായത് ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന അക്ഷരങ്ങൾ നിർമ്മിത ബുദ്ധിക്കും ഇന്റർനെറ്റിനും വഴങ്ങും. അതിൽ നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങളുണ്ട്. അങ്ങനെ അതിനെയാണ് നമ്മൾ യൂണിക്കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ DTP സെന്ററിൽ പോയി കമ്പ്യൂട്ടറിൽ DTP ഒക്കെ ചെയ്തു തരും. അതിന്റെ സോഫ്റ്റ് കോപ്പി ഒക്കെ ചെയ്തു തരും. ആ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ആ നിങ്ങൾ തരുന്ന DTP ചെയ്തു തരുന്ന കാര്യം നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചോദ്യചിഹ്നമോ ചതുരമോ ചിലപ്പോ ഒന്നും കാണില്ല. അത് ഗ്രാഫിക് ഫോണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന യൂണിക്കോഡ് ഫോണ്ടാണ്. നിങ്ങൾക്ക് നമ്മൾ AI സഹായത്തോടു കൂടി ഒരു നോട്ടീസൊക്കെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ നോട്ടീസിനെ ഒരു ഫ്ലെക്സ് ആയിട്ടോ ഒരു കല്യാണ ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡായിട്ടോ ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ പറയുന്ന യൂണിക്കോഡ് ഫോണ്ട് വെച്ച് തയ്യാറാക്കുമ്പോൾ അതിന് അത്ര ഭംഗിയും ആകർഷകത്വം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ തയ്യാറാക്കി നമുക്ക് ഇന്റർനെറ്റിലൂടെ കിട്ടിയ ആ ഫോണ്ടിനെ നമുക്ക് യൂണിക്കോഡ് ഫോണ്ട് എന്നാണ് പറയുന്നത്. ആ യൂണിക്കോഡ് ഫോണ്ടിനെ നമുക്ക് ഗ്രാഫിക് ഫോണ്ട് ആക്കണം. എന്താണ് യൂണിക്കോഡ് ഫോണ്ട് എന്നുള്ളത്? സിമ്പിൾ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് വഴങ്ങുന്ന, ഇന്റർനെറ്റിന് വഴങ്ങുന്ന അക്ഷരങ്ങളെയാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. നമ്മൾ വാട്സാപ്പിലൊക്കെ നിങ്ങൾ മലയാളത്തിൽ മെസ്സേജ് ഒക്കെ അയക്കില്ലേ, അതാണ് യൂണിക്കോഡ്. ഫേസ്ബുക്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതുമ്പോൾ കാണുന്നതാണ് യൂണിക്കോഡ്. ആ യൂണിക്കോഡിനെ നിങ്ങൾ കോപ്പി ചെയ്ത് ഫേസ്ബുക്കിൽ വരുന്ന അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജിനെ നിങ്ങൾ കോപ്പി ചെയ്ത്, കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളാണെങ്കിൽ അതിനെ നിങ്ങൾ പേജ് മേക്കറിലോ വേർഡിലോ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ അക്ഷരം വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അതാണ് ഗ്രാഫിക് ഫോണ്ട്. അപ്പൊ യൂണിക്കോഡ് ഫോണ്ടിനെ ഗ്രാഫിക് ഫോണ്ടാക്കി മാറ്റണം. യൂണിക്കോഡ് ഫോണ്ടാക്കി മാറ്റണം. ഇതൊക്കെ നമുക്ക് തുടക്കത്തിലെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം നമുക്ക് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം. പിന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോ അങ്ങനെ എഴുതുമ്പോൾ പലപ്പോഴും നമുക്ക് അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടി മെച്ചം പറയുന്നതിനെ വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുക. അപ്പൊ ഇതെല്ലാം നമുക്ക് മൊബൈൽ ഫോണിൽ കിട്ടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ആ എളുപ്പമാർഗം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ജീബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ജീബോർഡ്. ആ ഗൂഗിൾ ജീബോർഡ് ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിൽ കാര്യം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഗൂഗിൾ ജീബോർഡ്
ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ കീബോർഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. കീബോർഡ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണുള്ളത്. നിങ്ങളുടെ മൊബൈലിൽ കീബോർഡ് നിങ്ങൾക്ക് മലയാളത്തിൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റില്ല, വോയിസ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ആളുകളുണ്ടോ? ഞാൻ വിവരിക്കുന്നില്ല. അപ്പോ നിങ്ങൾ ഗൂഗിൾ കീബോർഡ് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് സംബന്ധിച്ചുള്ള ഒരു നോട്ട്, അതിന്റെ ഒരു വീഡിയോ, അതിന്റെ ഒരു വോയിസ്, ആഡിയോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇടും. അത് നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായി തന്നെ അത് വായിച്ച് അത് സ്വന്തമായി തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സ്വന്തമായി ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ടൂള് നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് മക്കളെ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്താ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തേ, പക്ഷെ നിങ്ങൾ അത് സ്വന്തമായി കൊടുക്കുക. ഇതിനാണ് ഒരു നമ്മുടെ ലൈഫിലാണ് വരുന്നതെല്ലാം ഏതാണ്ട് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം പറയുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ, അതായത് LKG പഠിക്കുന്ന കുട്ടികൾ വളരെ വേഗത്തിൽ മൊബൈൽ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകൾ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് കാര്യം എന്താണ്, നമുക്കൊരു ഭയമാണ്. നമ്മൾ പഠിക്കുന്നത് ഈ ആൻഡ്രിഗോഗി എന്ന് പറയുന്നത് പഠന രീതിയിലാണ്. കുട്ടികൾ പഠിക്കപ്പെട്ട പെഡഗോഗി എന്ന് പറയുന്നത്. ആൻഡ്രിഗോഗി എന്ന് പറയുന്നത് നമ്മൾ യുക്തി ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, പഠിക്കുന്നതെല്ലാം യുക്തി ഉപയോഗിച്ചാണ്. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഫോണിൽ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോ ഫോൺ എടുക്കുമ്പോൾ തന്നെയുള്ള ഭയങ്ങൾ, ഫോൺ ഹാങ് ആയി പോകുമോ, നിങ്ങളുടെ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ മൊത്തത്തിൽ കംപ്ലൈന്റ് ആയി പോകുമോ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഭയങ്ങൾ. ഈ ഭയം ഒഴിവാക്കുക. നിങ്ങളൊരു കൊച്ചു കുട്ടിയുടെ മനസ്സിലേക്ക് തിരിച്ചു ഒരു കുഞ്ഞു കുട്ടിയെ പോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എന്തോ സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നും പേടിക്കാനില്ല. മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനില്ല. നിങ്ങളുടെ പാസ്വേഡ് വേറെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ഒന്നും നമുക്ക് പേടിക്കാനായിട്ട് കൊച്ചു കുട്ടിയെ പോലെ ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഗൂഗിൾ കീബോർഡ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുക. ആ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരം നമ്മുടെ ഈ ഇടാം, അത് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ആ കീബോർഡിലൂടെ നമുക്ക് ഹാൻഡ് റൈറ്റുകൾ ഉപയോഗിക്കാം. നമ്മൾ വിരൽ കൊണ്ട് എഴുതാം. വോയിസിനെ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റാക്കി മാറ്റാം. വോയിസിനെ ടെക്സ്റ്റാക്കി മാറ്റാം. നമ്മൾ പറയുന്നത് അതുപോലെ വോയിസിനെ ടെക്സ്റ്റാക്കാം. ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കാം. വളരെ അനായാസമായ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇനി ഗൂഗിൾ കീബോർഡിൽ തന്നെ ട്രാൻസ്ലേഷൻ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേ സമയം തന്നെ അത് ഇംഗ്ലീഷിലായിരിക്കും. നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറയുന്ന സമയം തന്നെ ഇംഗ്ലീഷിലേക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനവും, അതായത് ലൈവ് ട്രാൻസ്ലേഷനും ഇതിനകത്തുണ്ട് ഗൂഗിൾ കീബോർഡ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ കീബോർഡ് ഓക്കെ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക.
എല്ലാവരുടെയും ഫോണിൽ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് നമ്മൾ ഇനി നിർമ്മിത ബുദ്ധിയിലെ പല പല ടൂളുകളിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റായിട്ട് മാറുന്നു. അത് നമുക്ക് ചെയ്തിരുന്നു. ഏറ്റവും ബേസിക് സ്കില്ലാണ്. ഇംഗ്ലീഷ് എന്നൊക്കെ പല ആപ്ലിക്കേഷനുണ്ട്. പക്ഷെ ജീബോർഡാണ് ഏത് ആപ്ലിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഗൂഗിൾ സംശയങ്ങൾ പിന്നെ വരുന്നത് എന്തെങ്കിലും നോട്ടിനകത്ത് നോക്കിയിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് നാളെ വ്യാഴാഴ്ച രാവിലത്തെയുള്ള ക്ലാസ്സിൽ ചോദിക്കാം. ഒന്ന് ട്രൈ ചെയ്തേക്കും. ഓക്കെ 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 സാർ. അപ്പൊ നമ്മുടെ എല്ലാ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ബ്രൗസേഴ്സ് ഉണ്ട്. ബ്രൗസേഴ്സ് ഇന്റർനെറ്റ് നമുക്ക് കിട്ടുന്നത് ഈ ബ്രൗസേഴ്സ്, അതായത് ക്രോം എന്ന് പറയുന്ന ബ്രൗസർ, ഗൂഗിളിന്റെ നേരത്തെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന വിൻഡോസിന്റെ ഒരു ബ്രൗസറാണ്. പണ്ട് കാലത്ത് പഠിച്ച ഇന്റർനെറ്റ് അറിയാം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ആ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പിൻവലിച്ച് എഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് മൈക്രോസോഫ്റ്റിന്റെ. പക്ഷേ യഥാർത്ഥത്തിൽ 100% ആൾക്കാർ ഇപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ക്രോം. ഈ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന സാധനം നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും മൊബൈൽ ഫോണിലും നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങാൻ തന്നെ ഉണ്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. അതിനകത്ത് ക്രോമാണ്. ഈ ക്രോം ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നിർമ്മിത ബുദ്ധിയിലെ പല ടൂളുകളും വെബ്സൈറ്റുകളായിട്ട് നമുക്ക് അതിനകത്ത് കാണാം. ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ബ്രൗസറാണ് ക്രോം. മൈക്രോസോഫ്റ്റ് ബ്രൗസർ ക്രോം മാത്രമല്ല. ക്രോം എവിടെയുണ്ട്? നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അപ്പൊ ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ ബ്രൗസർ നോക്കുമ്പോൾ ബ്രൗസർ നമ്മൾ എവിടെയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ എല്ലാം പരിചിതമായ ഗൂഗിളിലേക്ക് നമ്മൾ പോവാം. ഞാൻ ഗൂഗിൾ ഷെയർ ചെയ്യാം. ഞാൻ ഗൂഗിളിന്റെ ഹോം പേജാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഗൂഗിളിന്റെ ഹോം പേജ്. അതായത് ക്രോമിൽ നിന്ന് ഗൂഗിളിന്റെ ഹോം പേജാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഗൂഗിളിന്റെ ഹോം പേജിൽ ഇതാണ് ഗൂഗിളിന്റെ ഹോം പേജ്. നമ്മുടെ പേജാണ് ഹോം പേജ്. ഈ ഗൂഗിളിന്റെ ഹോം പേജിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഗൂഗിളിന്റെ ഹോം പേജില് നോക്കുക, ഗൂഗിളിന്റെ ആപ്പുകൾ, അതായത് ഗൂഗിളിന്റെ പല ആപ്ലിക്കേഷനുകളും 3 കുത്തുകളുള്ള
3 ലൈനുണ്ട്. ഈ കുത്തുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോ അവിടെ ട്രാൻസ്ലേറ്റ് എല്ലാം ഗൂഗിളിന്റെ ഓരോ ടൂളുകൾ ആപ്ലിക്കേഷനാണ്. ആ 3 കുത്തിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ട്രാൻസ്ലേറ്റ് ഗൂഗിളിന്റെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന പാട്ട് എങ്ങനെ ഇവിടെ കിട്ടിയത്? ഗൂഗിളിന്റെ ഹോം പേജിൽ പോയി, ഹോം പേജിൽ അവിടെ 9 കുത്തുകൾ 3 വരിയായി. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ സ്പർശിക്കുമ്പോൾ ഒരു ഫുൾ ഡൗൺ മെനു താഴോട്ട് ഒരു ബോക്സ് ഓപ്പണായി വരുന്നതിൽ ഗൂഗിളിന്റെ പല ആപ്ലിക്കേഷൻസ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. നമുക്ക് ഏത് ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമുക്ക് വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്നത് ഇവിടെയാണ്. വോയിസിനെ നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. വോയിസിനെ ടെക്സ്റ്റ് ആക്കി, അതായത് പറയുന്നതിനെ അക്ഷരങ്ങളും അടയാളവും വരുന്നതാണ് ഈ ട്രാൻസ്ലേറ്റർ. അപ്പൊ ഞാൻ ഇവിടെ ഈ ട്രാൻസ്ലേറ്ററിൽ ഒരു മൈക്ക് ഉണ്ട്. നമ്മൾ ഒരു മൈക്കിന്റെ ചിഹ്നം. അപ്പൊ മൈക്കിന്റെ ചിഹ്നം നമ്മൾ കണ്ടുപോകുമ്പോൾ നമ്മുടെ ആദ്യം ഡിജിറ്റൽ ലാംഗ്വേജിൽ നിന്ന് നമ്മുടെ മലയാളം ചിലപ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഭാഷ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ഭാഷകളിൽ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും നോക്കി മലയാളം എന്ന് പറയുന്ന ഭാഷ മലയാളം നമുക്കിനി ട്രാൻസ്ലേറ്റ് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ പാനലിൽ ആ ട്രാൻസ്ലേറ്റ് നമ്മൾ ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഹിന്ദിയിൽ ഏത് ഭാഷയാണോ അപ്പൊ ഇവിടെ നമുക്ക് ഫോണിലാവുന്ന ആ 3 കുത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ താഴെ കുറെ ആപ്ലിക്കേഷൻസ് ആണ്. അത് ട്രാൻസ്ലേറ്റ് ഇത് കാണിക്കുന്നില്ല, ട്രാൻസ്ലേറ്റ് നിങ്ങൾ ഗൂഗിളിന്റെ തന്നെയാണ് നോക്കിയത്? ഗൂഗിളിന്റെ ഹോം പേജിൽ നിങ്ങളുടെ ഗൂഗിളിന്റെ ഹോം പേജിൽ ഈ പറയുന്ന 9 കുത്തുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിളിന്റെ ക്രോമാണ്. ഗൂഗിൾ അല്ല, നിങ്ങൾ ഗൂഗിൾ അല്ല, ഗൂഗിളിന്റെ ഒരു ആപ്പ് കാണാം. എനിക്ക് തോന്നുന്നു ഗൂഗിളിന്റെ ആപ്പായിരിക്കും. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അതായത് ഈ ഒരു വെബ്സൈറ്റ് translate.google.com കൊടുത്താലും മതി. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ translate.google.com എന്ന ആ അഡ്രസ് കൊടുത്താലും മതി. എളുപ്പമാണ്. ഓക്കെ. translate.google.com അടിച്ചു കൊടുത്താൽ ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. ഈ മൈക്കില് നമ്മൾ മൈക്ക് ഉപയോഗിച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ആ മൈക്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൈക്ക് റൗണ്ടായിട്ട് മാറും. ഓക്കെ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൈക്കിന്റെ സിമ്പിൾ ഒരു വൃത്തമായി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 2 എണ്ണം ഇവിടെ വൃത്തമാവും. ഒപ്പം നമ്മുടെ ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ, അതായത് നമ്മൾ google.com വെബ്സൈറ്റ് സെർച്ച് കൊടുക്കുന്ന ആ ഭാഗത്ത് തുടക്കത്തിൽ ഒരു മൈക്കിന്റെ സിമ്പിൾ അവിടെ വരും. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ടെക്സ്റ്റ് ടൈമായി മാറുന്നത്.
ഞാൻ സംസാരിക്കുന്നത് എന്നാൽ വേഗത്തിൽ ടൈപ്പ് ചെയ്യണം. ഞാൻ വളരെ വേഗത്തിൽ സംസാരിക്കുന്നത് അത്ര വേഗത്തിൽ സംസാരിച്ചാൽ അത്രയും വേഗത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഞാൻ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നത്, എത്ര വേഗത്തിൽ സംസാരിച്ചാൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ എത്ര വേഗത്തിൽ സംസാരിച്ചാലും ആ വേഗത്തിൽ ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വെബ്സൈറ്റ് ഡിസ്ട്രിക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് സാർ, ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞിട്ട് നമ്മൾ തുടർച്ചയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് മിസ്സാവും. അത് നിങ്ങൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. നോക്കുമ്പോ ക്ലാസ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസ് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. വോയിസ് മെസ്സേജ് ഇട്ടാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. അപ്പോ ഞാൻ ഇവിടേക്ക് നമ്മൾ വരാം. അപ്പൊ നമ്മൾ സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീഡിയോയുടെ മൈക്കായി. അപ്പൊ ഇവിടെ നമ്മുടെ ഈ അക്ഷരങ്ങൾ അടയാളങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അടയാളം വരും, ചിലപ്പോൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ മൈക്കിലേക്ക് വന്നു. മൈക്കിലേക്ക് വന്നു നമ്മൾ മൗസ് പോയിന്റർ ആളായി കാണുന്ന അല്ലെങ്കിൽ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് നമുക്ക് ഇവിടേക്ക് അടയാളം ഞാൻ സംസാരിക്കുന്നു. ഇവിടെ എനിക്ക് ഞാൻ സംസാരിക്കുന്നതല്ല, ടൈപ്പ് ചെയ്യണം. എനിക്കൊരു എക്സ്ക്ലമേഷൻ മാർക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ കൊടുത്തു. ഞാൻ വളരെ വേഗം സംസാരിക്കുന്നത് ഇവിടെ ഒരാൾ വേഗത്തിൽ സംസാരിച്ചാൽ അതിനെ വേഗത്തിൽ ടൈപ്പ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് മൗസ് പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് അടയാളങ്ങൾ കൊടുത്തതിനകത്ത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വളരെ എഫക്റ്റീവായ കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കും. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരത്തെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യാം. ആ ടെക്സ്റ്റിനെ വേണമെങ്കിൽ നമുക്കത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ആവശ്യമുള്ള സമയത്ത് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള സംവിധാനമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ടെക്സ്റ്റ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒരു ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ ഇത് നമ്മൾ നിർമ്മിത ബുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ നമുക്ക് ഇതിനെ കോപ്പി ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഒരു സ്കില്ല് നമ്മൾ പറയുന്ന കാര്യം ടെക്സ്റ്റായിട്ട് അക്ഷരവുമാക്കും മലയാളവുമായി മാറണം. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ക്രോമിൽ നിന്നാണ്, ഗൂഗിളിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ക്രോമിൽ പോയി ഗൂഗിൾ.com കൊടുക്കുമ്പോൾ അവിടെ 9 കുത്തുകൾ കാണുന്നു. ആ കുത്തുകളിൽ ടാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴോട്ട് വരുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ തിരഞ്ഞെടുക്കുന്നു. ഇതല്ല നമ്മുടെ അഡ്രസ് ഭാഗമാണ് translate.google.com എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു വിൻഡോ വരുന്നു. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭാഷ ആദ്യം ലെഫ്റ്റ് പാനൽ ലെഫ്റ്റ് പാനലിൽ ഡിഫറെന്റ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആദ്യം ഒരു ഭാഷ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം സെറ്റ് ചെയ്യേണ്ടതില്ല. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ അവിടെ നമ്മൾ മൈക്ക് ഓൺ ചെയ്യുന്നു. മൈക്ക് ഓൺ ചെയ്യുന്ന രൂപത്തിലേക്ക് ആവണം.
അത് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഇവിടെ അക്ഷരങ്ങളാക്കി മാറുന്നു. ഈ അക്ഷരങ്ങളാണ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ മൗസ് പോയിന്റർ ഉപയോഗിച്ച് ആ ഭാഗത്ത് മൗസ് പോയിന്റർ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അവിടെ നമ്മൾ അടയാളം കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ അടയാളം കൊടുത്തിട്ട് അതിനെ നമ്മൾ വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. അപ്പോ വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുക എന്നത് മ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്കില്ലാണ്. നമുക്ക് നിർദ്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഫോം നിർദ്ദേശം കൊടുക്കാനായിട്ട് നമ്മൾ സംസാരിച്ച് അതിന് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കണ്ടത്. ഗൂഗിളിന്റെ ട്രാൻസ്ലേറ്ററിൽ ഒരുപാട് പലതും കാര്യങ്ങളുണ്ട്. അതിലേക്ക് കാര്യങ്ങളൊന്നുമല്ല ഞാനിപ്പോ പറയുന്നത്. ഈ പറയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ ഇതിനാണ് നമ്മൾ അപ്പൊ ഞാൻ സംസാരിക്കുന്നതെല്ലാം ടൈപ്പ് ചെയ്യേണ്ട എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തില്ല. പിന്നെ പുതിയ കാര്യമാണ്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണം. അപ്പൊ വോയിസ് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ട ടൈപ്പ് ചെയ്യേണ്ട എന്ന് നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു കീബോർഡ് ഉണ്ട്. ഈ കീബോർഡിനെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കീബോർഡ്, ഈ കീബോർഡിൽ നിന്ന് മലയാളം എന്ന് പറയുന്ന നമസ്കാരം എന്നുള്ള ഒരെണ്ണമുണ്ട്. തൊട്ട് താഴെ മലയാളം എന്ന് പറയുന്ന കീബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഈ മലയാളം എന്ന് പറയുന്ന ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മലയാളം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കീബോർഡ് വരും. ഈ കീബോർഡില് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ആയിട്ടില്ല കേട്ടോ. സ്ക്രീൻ ഷെയർ കാണുന്നുണ്ടല്ലോ. നമുക്ക് കാണുന്നുണ്ടല്ലോ. അതിന്റെ സാറിന്റെ മൊബൈൽ ക്ലിയർ ആവുന്നില്ല. വലിപ്പം വെച്ചാൽ കൊള്ളാം. അതെയോ? ഇത് ഞാൻ കുറച്ചൊരു വലുപ്പം കൂട്ടി. അപ്പോ ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ സ്ക്രീൻ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ മൗസ് പോയിന്റർ വെച്ച് മൗസ് ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത മലയാളം കിട്ടും എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിനെ നമുക്ക് തൽക്കാലം മാറ്റുക. മലയാളത്തില് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ മലയാളത്തിന് അക്ഷരങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുതിയ പാഠ്യപദ്ധതിയിൽ അതില്ല. ക എന്ന അക്ഷരം ഉണ്ട്. ക എന്ന അക്ഷരം ഉണ്ടാവുന്ന എങ്ങനെ? ക അധികം ആ ക, ക അധികം ആ അധികം ആ ക, ക അധികം എ കെ, ക അധികം ഈ കീ, ക അധികം ഈ കീ. ഇതൊക്കെ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കമ്പ്യൂട്ടറിലെ കീബോർഡിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനിതൊന്ന് മാറ്റാം. എനിക്ക് കാക്ക എന്ന് ടൈപ്പ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? കെ കൊടുക്കുമ്പോൾ ക വരുന്നത്, കെ കൊടുക്കുമ്പോൾ ക വന്നു. അപ്പോ ക അധികം ആ ആണ് ക. അപ്പൊ ഞാൻ കെ കൊടുക്കുമ്പോൾ ക വന്നു,
പിന്നെ ഞാൻ ഒരു ആ എ അടയാളം കൊടുക്കുമ്പോ ആ കായായി. വീണ്ടും ആ അടയാളം കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു എ കൂടി കൊടുത്താൽ മതി, കായായി. ഇനി കാക്ക, ഇക്ക എങ്ങനെ ഉണ്ടാവുന്നത്? ക് അധികം ആ, ഇക്ക. അങ്ങനെയല്ലേ ഇക്ക ഉണ്ടാവുന്നത്? നമ്മളെ സ്കൂളിൽ പഠിച്ചു. ക് അധികം ക് അധികം പ്ലസ് ആ, ഇക്ക. അപ്പൊ നമ്മൾ രണ്ട്, വീണ്ടും ഞാൻ ഒരു കെ കൊടുത്തോ ക് വന്നു, വീണ്ടും ഒരു കെ കൊടുത്തോ ഇക്കയായി. ഇക്ക, കാക്ക, ആ ക് അടയാളം മാറ്റം വീണ്ടും ഒരു ഇത് കൊടുത്തു, കാക്ക അല്ലേ? പട്ടി എന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പി കൊടുത്തു കഴിഞ്ഞാൽ പ് ആയിരിക്കും വരുന്നത്. പിന്റെ അടയാളം മാറ്റാൻ വേണ്ടി വീണ്ടും ഞാൻ എ കൊടുത്തു. ഇട്ടി, ടി കൊടുത്തപ്പോ ഇറ്റയാണ് വന്നത്. നമ്മുടെ ലോജിക്കിൽ ഒരു പ്രശ്നം വന്നു. ടി കൊടുത്തപ്പോ ഇറ്റയാണ് നമ്മൾ വന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ അടുത്തുനിന്ന് പരീക്ഷിക്കുക. ടി കൊടുത്തപ്പോ ഇറ്റയാണ് വന്നത്. അപ്പോ നമ്മൾ അല്പം ഒന്ന് ലോജിക്ക് ഉപയോഗിക്കുക, അടുത്തൊരു പരീക്ഷണം നടത്തുക. അപ്പൊ എന്റെ ഷിഫ്റ്റ് പ്ലസ് ടി കൊടുക്കുക. അപ്പൊ വന്നു ഡാ വന്നു. രണ്ട് ഡായല്ലേ ഇട്ടാ വരുന്നത്? പട്ടിയാവും ഡ പ്ലസ് ഇ അല്ലേ പട്ടിയാവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും ഷിഫ്റ്റ് കൊടുത്ത് ഒരു ഡാ കൊടുക്കും, പട്ട് എന്നു അല്ലേ? പട്ടി. ഇനി എന്താ ഈ അടയാളം കൊടുക്കണമെങ്കിൽ എന്താണ്? ഐ കൊടുക്കണം, പട്ടി അല്ലേ? ഇനി പട്ടീന്നാക്കണമെങ്കിൽ രണ്ട് ഇ, ഒരു ഐയില് വീണ്ടും ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പട്ടിയായി. മനസ്സിലായോ? കുറച്ചുകൂടെ ഒന്ന് വിശദമായി പറയാം. നമുക്ക് നമ്മുടെ ആ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതിന്റെ ആ ലോജിക്ക് വെച്ചുകൊണ്ട് മലയാളം കീബോർഡിൽ ഒന്ന് ചക്ക എന്ന് നമുക്ക് എഴുതണം. ചക്ക എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ സി കൊടുക്കുമ്പോ ച വന്നു, എളുപ്പമായി. അപ്പൊ അടയാളം മാറ്റം എ കൊടുത്തു, ച ആയി. ഇക്കയ്ക്ക് നമുക്കറിയാം, ഒരു കെ കൊടുത്ത് ക വന്ന് വീണ്ടും ഒരു ഇക്കയായി. എ കൊടുക്കുമ്പോ ചക്കയായി. ചക്കി എന്നാക്കണം എന്ത് ചെയ്യണം? ച കൊടുത്തു, എ കൊടുത്തു, രണ്ട് കെ കൊടുത്തു, ഒരു ഐ കൊടുത്തു, ചക്കി. ചക്കി എന്ന് വിളിക്കാൻ ഒരു ഐ. ചക്കിക്ക് ഒത്ത ഓ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓയ്ക്ക് ഓ തന്നെ കൊടുത്ത ഓ വന്നു. ഓയിൽ കൂടി ക്ലിക്ക് ചെയ്തപ്പോ ഓ വന്നു. അപ്പോ ഇത്ത ടി കൊടുത്തപ്പോ ഇറ്റയാണ് വന്നത്. രണ്ട് ടി കൊടുത്തപ്പോ അപ്പോ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് ടി. അപ്പോ ഷിഫ്റ്റ് പ്ലസ് ടി കൊടുത്തപ്പോൾ ഡായാണ് വന്നത്. വീണ്ടും പ്രശ്നമായി അല്ലേ? നമുക്ക് ഇത്തയാണ് വേണ്ടത്. അപ്പൊ ടി കൊടുത്തപ്പോ ഇറ്റ വന്നു. വീണ്ടും നമ്മൾ ഷിഫ്റ്റ് കൊടുത്ത് ടി കൊടുത്തപ്പോ ഡാ ആണ് വന്നത്. അപ്പൊ ഇത്ത വരാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? താ വരാൻ എന്താ? ടിയും ഹെച്ചും താ വന്നു അല്ലേ? അപ്പൊ ഇത്ത ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ടി എച്ച് രണ്ട് ടി എച്ച് കൊടുക്കും, ഇറ്റയായി. ശങ്കരൻ എടുക്കാൻ വേണ്ടി നമ്മൾ എസ് കൊടുക്കുമ്പോ ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് നമ്മളൊന്ന് പരീക്ഷിക്കുന്നു. ഷിഫ്റ്റ് പ്ലസ് എസ് കൊടുക്കുക, ഷായി. അപ്പൊ ഈ അടയാളം മാറ്റം എ കൊടുത്തു. ഇങ്കര ശങ്ക ഇൻ അധികം കെ അല്ലേ ഇങ്ക വരണത്? അപ്പൊ ഇൻ അധികം കെ. മലയാളത്തിൽ നമ്മൾ പഠിച്ച ഓർമ്മ ഇൻ അധികം കെ, ഇൻ അധികം ഇങ്കരൻ. അങ്ങനെയാണ് ശങ്കരൻ വരുന്നത്. അപ്പൊ എൻ കൊടുത്തപ്പോ എൻ കെ, ഇങ്ക മാറ്റാൻ ഇനി രാ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 6 നോക്കാം. 6 കൊടുക്കുമ്പോ ഇറാണ് വന്നത്. ഇനി ഒരു എ കൊടുക്കും, എ ശങ്കരൻ. ഇനി ഇൻ കൊടുക്കാൻ വേണ്ടി എൻ കൊടുത്തു. എൻ കൊടുത്തപ്പോ ഇൻ വന്നു, ശങ്കരൻ. അപ്പൊ ഈ ഒരു രീതി വെച്ച് നിങ്ങൾ ഒരു 10-15 മിനിറ്റ് ഈ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളുടെ കീബോർഡിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ, ലോജിക് ഉപയോഗിക്കുന്നത് കൊണ്ട് അക്ഷരത്തെറ്റ് കൂടാതെ മലയാളം ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ചക്കിക്ക് ഒത്ത ശങ്കരൻ എന്ന് വേണം സാർ. ചക്കി ഒത്ത ശങ്കരൻ എന്നാണ്. അപ്പൊ ചക്കിക്ക് എന്നുള്ള ഇക്കയ്ക്ക് ഇനി വീണ്ടും എന്താണ്? ഇവിടെ എന്താ? വീണ്ടും ഒരു കെ കൊടുത്തു, വീണ്ടും ഒരു കെ കൊടുത്തു, ചക്കിക്ക്.
അപ്പൊ ചക്കിക്ക്. ചക്കിക്ക് ഇപ്പൊ ഈ ചക്കി അല്ലേ ഇക്ക അല്ല, അത് കറക്റ്റ് ആയിരുന്നു. ആ. ചക്കിക്ക് ചക്കിക്ക് ഒത്ത ശങ്കരൻ. ചങ്കരൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്ന് കീബോർഡ് ഉപയോഗിച്ച് മലയാളം ഫോണറ്റിക്സ് ആണ് പറയുന്നത്, ശബ്ദത്തെ ആസ്പദമാക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു കോമൺ ലോജിക് ഇണ്ട കൊടുക്കണം. ഇണ്ട കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എങ്ങനെയാ മലയാളത്തിൽ ഇണ്ട ഉണ്ടാക്കുന്നത്? ഇന്ന് ഡായും കൂടി ചേരുമ്പോഴല്ലേ ഇണ്ടയാവുമ്പോ അക്ഷരം കാണുമ്പോ തന്നെ നമുക്കറിയാലോ, ഇന്നും ഡായും കൂടിയാണ് ഇണ്ടയാവുന്നത്. അപ്പൊ ഇൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? അയ്യെന്നൊന്നും വേണ്ട, ഇൻ കിട്ടാൻ വേണ്ടി എൻ കൊടുക്കുമ്പോ ഇന്നാ വരുന്നത്. അപ്പൊ നമ്മൾ ഷിഫ്റ്റ് എൻ കൊടുക്കുമ്പോ ഇന്നായി, ഷിഫ്റ്റ് എൻ കൊടുക്കുമ്പോ ഇന്നായി അല്ലെ. ഇനി അടുത്ത് ഡാ കിട്ടാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് ടി കൊടുക്കുമ്പോ ഇന്നായി, ഡി എ അല്ലെ. അപ്പോ നമുക്ക് ഇൻ കിട്ടാൻ നമ്മൾ ഇവിടെ ഇതാണ് ഇത് മലയാളം അക്ഷരമാണ് നമ്മൾ ഓർമ്മയിൽ നിൽക്കേണ്ടത്. എന്നിലടിക്കുമ്പോ ഇന്നായി. അപ്പൊ നമ്മൾ എൻ ഇൻ ആണെങ്കിൽ ഷിഫ്റ്റ് എൻ ഇൻ, അപ്പൊ കറക്റ്റ് ആയി ഇൻ. അനി അടുത്ത് ഷിഫ്റ്റ് ടി ഡാ അല്ലേ. ചെണ്ടാന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് സി കൊടുക്കുമ്പോ ചാ വന്നു. ഈ എ അടയാളത്തിന് ഈ ചേ ആയി. ഷിഫ്റ്റ് എൻ ഷിഫ്റ്റ് ടി ചെണ്ട, എ കൊടുക്കുമ്പോ ഇണ്ട മാറി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മലയാളം ഫോണറ്റിക്സ് ഉപയോഗിച്ച് കീബോർഡിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നമുക്ക് OS2 ടെസ്റ്റ് കിട്ടും. ഒപ്പം നമുക്ക് തിരുത്താനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് എന്തുകൂടെ ഉപയോഗിക്കാം? ഈ സംവിധാനം കൂടെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ? തീർച്ചയായും നോക്കുമല്ലോ? ഒന്നും പഠിച്ചു തുടങ്ങിയില്ല. നമുക്ക് പ്രാഗൽഭ്യത്തോടു കൂടി ഉപയോഗിക്കണമെങ്കിൽ ചില ബേസിക് സ്കിൽ ആവശ്യമാണ്, അടിസ്ഥാനപരമായ ചില സ്കില്ലുകൾ ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ സാർ ആദ്യം മലയാളം പഠിക്കുക. മലയാളം പഠിച്ചിട്ടില്ല ഞാന്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാറിന് മലയാളം സംസാരിക്കാൻ അറിയാലോ, അത് മതി. അറിയാം. മലയാളം സംസാരിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. സംസാരിക്കുമ്പോൾ അത് അക്ഷരമായിട്ട് മാറും. ഓക്കെ. മൈക്ക് യൂസ് ചെയ്താൽ മതി അല്ലേ സാറേ? മൈക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. മൈക്ക് യൂസ് ചെയ്ത് തിരുത്താനും ഞാൻ അടുത്ത ക്ലാസ്സിൽ മൈക്ക് യൂസ് ചെയ്ത് തിരുത്താനുള്ള രീതിയും പഠിപ്പിക്കും. ഓക്കെ, താങ്ക് യു. പക്ഷെ ഇത് ഈ ഒരു ഫോണറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ഭാഷാപരമായ ഒരു കപ്പാസിറ്റി, ഒരു സ്കിൽ നമുക്ക് ഉണ്ടാവാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ നമ്മുടെ ഗ്രൂപ്പില് ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്തിടാം. അത് നിങ്ങൾ കേട്ട് നോക്കുക, നോട്ട് വായിക്കുക, ചെയ്ത് നോക്കുക. നമ്മൾ ഇന്ന് പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മൾ നോക്കിയതുമായി ബന്ധപ്പെട്ട നമ്മൾ ആദ്യത്തെ ഒരു 2-3 ക്ലാസ്സുകൾ ഇതുപോലെ അല്പം ബോറിംഗ് ആയിരിക്കും. അതെ, ഓക്കെ. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഇന്ന് നമ്മൾ നോക്കിയതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം ഈ കാര്യത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അടുത്തയാൾ. അല്ല സാറേ, ഇത്രയും വലിയ സാധനമാണ് നമ്മൾ കയ്യിലും വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ നടക്കുന്നത്. അതെ, അതിന്റെ നമ്മളെ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, നമ്മള് അപ്പോളോ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ച അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറിന്റെ 17 ലക്ഷം മടങ്ങ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് നിങ്ങളെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ. നമ്മള് ഫസ്റ്റ് ലാംഗ്വേജിൽ ഭാഷ പഠിക്കുമ്പോ സാക്ഷരത പഠിക്കുന്നില്ലേ, അതേ രൂപത്തിലാണ് ഇപ്പോ. അതെ, നമ്മൾ നിർദ്ദേശം കൊടുക്കണം. നമുക്ക് ശക്തമായ നിർദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് ഭാഷ അറിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് വേണ്ടി മാത്രമാണ്.
അപ്പൊ സാറേ ഇത് സംശയമുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി വ്യാഴാഴ്ച കാണാം. ഇനി എന്തെങ്കിലും സംശയം കൂടെ ഉണ്ടെങ്കിൽ ചോദിക്കണം. സർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ? ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമോ? ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോ നമുക്ക് ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം രാംകിരണിന്റെ നമ്പർ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. രാംകിരണിനെ നിങ്ങൾക്ക് എപ്പോഴും വേണോ വിളിക്കാം. വിളിച്ച് രാംകിരണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ രാംകിരൺ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ ഓക്കെ സർ. സാറേ നമസ്കാരം. നമസ്കാരം. ഓരോരുത്തരും പറയണേ. സാർ പറയൂ. ചന്ദ്രലേഖയാണോ ഇപ്പൊ സംസാരിച്ചേ? അതെ അതെ. ഏത് പേരിലാ പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആന്റണി സാറ് ലിങ്ക് അയച്ചതെന്ന് ഇപ്പൊ അതുകൊണ്ടാ ആടാവാത്തത്. ഞങ്ങക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാഞ്ഞില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഫോണിൽ വിളിക്കാം. ആയിക്കോട്ടെ, ശരി. ശാന്തമ്മ, ഞാൻ ആന്റണി സാറാണ്. ചന്ദ്രലേഖയെ ആഡ് ചെയ്യണം.